എം.എഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒബ്സർവേഷൻ നൂല് തുടങ്ങിയിട്ടാ. ആകപ്പാടുള്ള 20 ആളെ 3ആയി തിരിച്ചിട്ട് 3 കോളേജിലേക്ക് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് തളിപ്പറമ്പ് കെ.ഇ. സാഹിബ് ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്കാണ്. നമ്മളെ സർ സെയ്ദ് കോളേജിൻ്റെ അടുത്തെല്ലാമായിട്ട് വരും. പണ്ട് പോയൊരു പരിചയമുണ്ട്. അങ്ങനെ എളുപ്പവഴി അന്വേഷിച്ച് തരം മൗവഞ്ചേരി ഏച്ചൂര് കുടിക്കുമുട്ട മയിൽ വഴി പോകുന്നതാണ് കുറച്ചും കൂടി നല്ലത് എന്ന് മനസ്സിലായി. അങ്ങനെ ഏകദേശം നമ്മൾ കുടിക്കുമുട്ടയിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വില്ലേജ് മുക്ക് വഴി മയിൽ പിടിച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ ഏകദേശം പുറവൂരെല്ലാം കഴിഞ്ഞേരാണ് ആ വിശാലമായ പാടം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ പച്ചപ്പ് കാണുമ്പം തന്നെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ്. ഇന്ന് അന്യം നിന്ന് പോകുന്നൊരു കാഴ്ച തന്നെയാണിത്. നമ്മൾ മനുഷ്യരെല്ലാം ഇതെല്ലാം നികത്തിയിട്ട് ബിൽഡിങ്ങിലെടുക്കുന്ന തത്രപ്പാടിലാണ്. ആ സമയത്ത് കുറച്ച് നെൽശേഖരങ്ങളും അതിമനോഹരമായ പാടെല്ലാം കണ്ടരം എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിക്കുട്ടം പറഞ്ഞ് എനിക്ക് വിശക്കുന്നുണ്ട് എന്ന്. അങ്ങനെ മുട്ടക്കുള്ള ഒരു പമ്പ് കയറ്റി ആടുന്ന ഒരു ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ നമ്മൾ എത്തേണ്ട സമയത്ത് എത്തൂല. അങ്ങനെ ഓൻ്റെ വിശപ്പെല്ലാം മാറ്റി ആടുന്ന് വീണ്ടും വണ്ടി മയിൽ ലക്ഷ്യമാക്കിയിട്ട് വിട്ട്. പോകുന്ന വഴിക്ക് മാമനെ വിളിച്ച് ചോദിച്ച് ഏതാ എളുപ്പവഴിയും. മാമൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചോ എന്നും പറഞ്ഞു. ഇപ്പോൾ ഏകദേശം നമ്മൾ മയിൽ ടൗണിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് മുല്ലക്കൊടി നണിച്ചേരി പാലം ബാവുപ്പറമ്പ് വഴി വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് നണിച്ചേരി പാലം. പണ്ട് മുട്ട വണ്ടിയിലെടുക്കുന്ന സമയത്ത് ഇവിടം വരെ ഞാൻ വന്നിട്ടുണ്ട്. ഇതിലൂട്ടെല്ലാം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് വണ്ടിയിലായിട്ട് ഇതിലൂട്ടെല്ലാം പോയിട്ടുണ്ട്. നല്ല മനോഹരമായൊരു പാലാട്ടോ. വൈകുന്നേരങ്ങളിൽ ആൾക്കാരിലിട്ട് വന്നിട്ട് ആസ്വദിക്കലുണ്ട്. ഈ കാണുന്നതാണ് ബാവുപ്പറമ്പ്. ഇവിടുന്ന് മുയ്യം വഴിയായി നമുക്ക് പോകേണ്ടത്. മുയ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പണ്ട് കോളേജും വിട്ടയിലൂട്ടെല്ലാം വരുമ്പം ഈ കാണുന്ന കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്ത പച്ചക്കറി, അതും വിഷരഹിത പച്ചക്കറി ഈ സൈഡിൽ നിന്നെല്ലാം വിൽക്കുന്ന ആളുണ്ട്. അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയി ഇതാണ് ഭ്രാന്തം കുന്ന്. എന്തുകൊണ്ടാണ് ഈ കുന്നിന് ഇങ്ങനെ പേര് വന്നതെന്ന് അറിയില്ല കേട്ടോ. അറിയുന്ന ആൾക്കാരുടെ കമൻറ്റ് ചെയ്യുക. ഇവിടുന്ന് വലത്തോട്ട് പോയാലാണ് സർ സെയ്ദ് കോളേജ് എത്തുക. അങ്ങനെ ഏകദേശം നമ്മൾ സർ സെയ്ദ് കോളേജ് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് മാത്രമല്ല കേട്ടോ സർ സെയ്ദ് കോളേജ്. റോഡിൻ്റെ ഈ തറ്റം മുതൽ അങ്ങേ തറ്റം വരെ ഇവരെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അതെന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തി. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റും ഒരുപാട് ടീച്ചേഴ്സും സ്റ്റാഫ്സും കുട്ടികളൊക്കെ ആയിട്ട് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ. സൈഡിലായിട്ട് ജം കിഡ്സിൻ്റെ ഒരു സ്കൂളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് സർസൈൻ്റെ വേറൊരു ബിൽഡിങ്ങാണ്. ഇത് മനോഹരമായിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ ഒരു റോഡിൻ്റെ ഒരു തറ്റം മുതൽ മറ്റേ തറ്റം വരെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ടർഫൊക്കെ കാണാൻ സാധിച്ചു. ഇടതുഭാഗത്തായിട്ട് ഒരു ഫയർ സ്റ്റേഷനൊക്കെ ഉണ്ട്. കുറച്ചുകൂടി മുന്നിലെത്തിയപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്തി കേട്ടോ. ഇതാണ് കെ.ഇ. സാഹിബ് ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ. അങ്ങനെ കോളേജിൽ കയറി അറ്റൻഡൻസൊക്കെ ഒപ്പിട്ടു. സാറ് നമുക്ക് റൂമൊക്കെ കാണിച്ചു തന്നു. അത്ഭുതം എന്ന് പറയട്ടെ, നമ്മളെത്തിയത് ജിംനാസ്റ്റിക് റൂമിലാണ്. അവിടുന്ന് ഡംബിൾസൊക്കെ എടുത്ത് കളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചായയും പപ്സൊക്കെ വന്നു. കുറച്ചതടി അവിടെ തന്നെ കൂടി. അങ്ങനെ ഏകദേശം ഒരു വൈകുന്നേരം 4 മണിയായപ്പോൾ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റ ബൈ.